എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a fair coin is tossed 5 times. If A denotes the event that at least one head showing up, then probability of A is equal to. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കയ്യിലൊരു ഫെയർ കോയിൻ ഉണ്ട്. ഓക്കെ, ഫെയർ കോയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഫെയർ കോയിൻ, ഞാൻ വാക്കുകൾ തന്നെ അന്നേ പറഞ്ഞതാണ്. ഒന്നുകിൽ എന്താണ് ഫെയർ, അല്ലെന്നുണ്ടെങ്കിൽ അൺബയസ്ഡ്, അല്ലെങ്കിൽ ഗുഡ് കോയിൻ. ഇതെല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതായത് എന്താണ്? ഒരു അൺബയസ്ഡ് കോയിൻ, അതായത് ആ കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും 1/2 ആണ്. അതുപോലെ ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടൈല് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര തന്നെയാണ്? 1/2 ആണ്. അല്ലെങ്കിൽ രണ്ടും കിട്ടാനുള്ളത് ഈക്വൽ പ്രോബബിലിറ്റിയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെയർ കോയിൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ കോയിൻ നമ്മൾ 5 പ്രാവശ്യം ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്. എ എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രത്യേകത എന്താണ്? അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ എത്ര എന്നുള്ളതാണ് കണ്ടെത്താനായിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലേ? ക്വസ്റ്റ്യനിൽ നമുക്ക് വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കോയിൻ എടുത്ത് എന്ത് ചെയ്യുന്നു? 5 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. അതിനകത്ത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ഷോയിങ്. ഈ അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും കുറഞ്ഞത് ഒരു ഹെഡ്. അതെന്ന് വെച്ചാൽ എന്താണ്? 1 ഹെഡ് ആവാം, 2 ഹെഡ് ആവാം, 3 ഹെഡ് ആവാം, 4 ഹെഡ് ആവാം, മാക്സിമം എത്രയാണ്? 5 ഹെഡ് ആവാം. അതായത് എങ്ങനെയാണ് നമ്മൾ 5 കോയിനല്ലേ ടോസ് ചെയ്യുന്നത്? 5 കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്താണ്? 5 നമുക്ക് ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ 4 എണ്ണം കിട്ടാം, 3 എണ്ണം കിട്ടാം, 2 എണ്ണം കിട്ടാം, 1 എണ്ണം കിട്ടാം. അവർ ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്നുള്ളതാണ് അല്ലേ? അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1 അല്ലെങ്കിൽ 2, 3, 4, 5 ഇതിൽ ഏത് വേണോ വരാം. ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? കുറച്ച് പാടാണ്. കാരണം ഈ എല്ലാ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇതിന്റെ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ 1 മൈനസ് എടുത്താൽ മതി. അപ്പൊ 1 മൈനസ് എടുക്കുമ്പോൾ എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എന്താണ്? അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും കുറഞ്ഞത് എന്താണ് എന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 3, 4, 5 അല്ലെ? അതായത് എക്സ് കൊടുക്കുന്നത്. അതിന് പകരം ഇവിടെ എന്തോരും എക്സ്, ഇതൊന്നും അല്ലാത്ത വാല്യൂ എടുക്കണം. അതായത് എക്സ് എടുക്കുന്ന വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. ആ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. ഇത് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് അല്ല. അതായത് ഇത്രയും കൂടെ ഉള്ള സം ചെയ്യുമ്പോൾ ഉള്ളതാണ് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് അതിന് പകരം എന്ത് ചെയ്താൽ മതി? അതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ മതി. നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ആണ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ പറ്റും. അത് കണക്ക് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഈ പ്രോബബിലിറ്റി അതിന്റെ കോംപ്ലിമെന്റ് കൊണ്ട് മൈനസ് ചെയ്തു. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0. അതായത് എന്താണ് ഇവിടെ വന്നേക്കുന്നത്? എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1, 2, 3, 4, 5. ഇതാണ് കണ്ടെത്തേണ്ടത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? അതിനകത്ത് എക്സ് എടുക്കുന്ന ഒരു വാല്യൂ കൂടെ ഉണ്ട്, 0. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് ഷോയിങ് അപ്പ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഒരു എന്താണ് 0 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. 0 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ആ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? എല്ലാം ടെയില് വരുന്നു, ഓൾ ടെയിൽസ്. അതായത് എല്ലാം ടെയില് വരുന്നു. അതായത് എല്ലാം ടെയില് വരുന്നു എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് 5 പ്രാവശ്യം ടോസ് ചെയ്തേക്കുന്നത്. ടി 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 ഇതാണ് എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? നമ്മളടുത്ത് കണ്ടെത്താനായിട്ട് പറഞ്ഞേക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഫെയർ കോയിൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇതായിട്ട് അൺബൈസ്ഡ് ആയിട്ടുള്ള കോയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്നറിയാമോ? ഇവിടെ നമുക്കിതിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാം. അതായത് ഇതിനെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ടി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ടി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ടി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ടി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ടി 5 ടി അല്ലെ വന്നേക്കണം? 1, 2, 3, 4, 5. അതായത് 1 മൈനസ് ഈ ടൈല് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/2 ആണ്. കാര്യം എന്താണ്? ഇത് അൺബൈസ്ഡ് കോയിൻ ആണല്ലേ? അൺബൈസ്ഡ് കോയിൻ എന്ന് പറഞ്ഞാൽ ഹെഡും ടൈലും കിട്ടാനുള്ള സെയിം ആണ്. അപ്പൊ എന്തൊരു 1/2 ഇൻറ്റു again 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2. അതായത് എത്രയായിട്ട് നമുക്ക് 1 മൈനസ് 1/2⁵ എന്ന് കിട്ടും. അതായത് നമ്മൾ കുറച്ചുകൂടി നമുക്ക് 1 മൈനസ് 1/32 ചെയ്യുമ്പോൾ എത്രയായിട്ടും
32 ഡിനോമിനേറ്ററിൽ വരും. 32 മൈനസ് 1 എത്ര വരുന്നത്? 31/32 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബൈനോമിയൽ വെച്ചും ചെയ്യാൻ പറ്റും അല്ലേ? പറയാം. നമ്മൾ ഇതാണ് ഇതിന്റെ ഒരു ആൻസർ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. നമ്മൾ ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞതാണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ആൾക്കാരെ സംബന്ധിച്ച് ഓരോ രീതിയിലാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധനം വരുന്നത്. നമ്മളിപ്പം ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ഷോയിങ് എപ്പം എന്നുള്ളതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമ്മൾ ഇത്ര ഒന്നും ചെയ്യാതെ ഇതിന്റെ ഒരു തിയറി മാത്രം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കൂടെ എത്ര കോയിനാണ് ടോസ് ചെയ്യുന്നത്? 5 കോയിനാണ് ടോസ് ചെയ്യുന്നത്. ഒരു കോയിന് എത്ര ഫേസ് ആണുള്ളത്? ഒരു കോയിനുള്ള ഫേസ് എന്ന് പറയുന്നത് 2 ഫേസ് ആണ്. ഏതൊക്കെയാണത്? ഹെഡും ടെയിലും 2 ഫേസ് ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടോട്ടൽ സാമ്പിൾ സ്പേസിൽ എത്ര ആൾക്കാരുണ്ട്? N ഓഫ് എസ്, അതായത് ടോട്ടൽ സാമ്പിൾ സ്പേസിനകത്ത് ഒരു കോയിന് 2 ഫേസ്, അപ്പൊ 2/5, അതായത് എത്രയുണ്ട് നമുക്ക്? 32 ഫേസ് ആണ് നമുക്കിവിടെ ടോട്ടൽ പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. അതായത് എങ്ങനെയാണ് ആ പോസിബിലിറ്റീസ് കിട്ടുന്നത്? നമ്മൾ എത്ര കോയിൻ അവിടെ, അതായത് ഒരു കോയിന് എത്ര ഫേസ് ഉണ്ട് റൈസ് ടു നമ്മൾ എത്ര കോയിനാണ് ഇവിടെ ടോസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരേ സമയം നമ്മൾ എത്ര പ്രാവശ്യമാണ് ആ കോയിൻ ടോസ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നോക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ടോട്ടൽ സാമ്പിൾ സ്പേസിലുള്ള ആൾക്കാർ കിട്ടും. അത് 32. ഇനി നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? ഇവിടെ ചോദിച്ചേക്കുന്നത് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. അപ്പൊ നമ്മൾ ആ ഒരു ഇവന്റിനെ എ എന്ന് വിളിക്കുകയാണ്, അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. ഈ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? ഏറ്റവും കുറഞ്ഞത് 1 ഹെഡ്, അല്ലെങ്കിൽ 2 ഹെഡ്, അല്ലെങ്കിൽ 3 ഹെഡ്. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് നോക്കിയാൽ മതി. അതായത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഈ ടോട്ടൽ ഇതെടുക്കുമ്പോൾ നമുക്ക് എന്താണ്? എല്ലാം ടെയില് വരുന്നതാണ് നമ്മൾ ഇവിടുത്തെ ഇവന്റ് എന്ന് പറയുന്നത് അല്ലേ? ശരിയല്ലേ? നോക്കിയേ, ഇവിടെ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നുള്ളതാണ് അല്ലെ? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഏറ്റവും കുറഞ്ഞത് 1 ഹെഡ് എങ്കിലും, അതായത് ഇങ്ങനെ വരാം. അതായത് ഏറ്റവും HT എന്ന് വരാം, അതുപോലെ TH, പല പോസിബിലിറ്റീസ് വരാം. നമുക്ക് അതിനകത്ത് വേണ്ട ഏതാണ്? ഒരെണ്ണം ആയിട്ടുള്ളതാണ് നമുക്ക് വേണ്ട. ഏതായിരുന്നു അത്? ടെയില് മാത്രമുള്ള, അതായത് ഈ ഒരെണ്ണം മാത്രം, ഇത് ഒഴിച്ച് ബാക്കിയുള്ളതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോംപ്ലിമെന്റിന് വേണ്ടിയിട്ട് ആകെ സാമ്പിൾ സ്പേസ് 32 പേര്. ഇനി ആ കോംപ്ലിമെന്റിൽ എത്ര? ഒരാൾ -1. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 31/32 എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് നമുക്കുള്ള അടുത്തൊരു രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബൈനോമിയൽ തിയറം യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ബൈനോമിയൽ തിയറം അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അന്നേ പറഞ്ഞതാണ്, ഈ കോയിൻ ടോസിങ് എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആര് വരുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിറൈവ് ഒക്കെ ചെയ്ത് പറഞ്ഞത്. അവിടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. നമുക്കിവിടെ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും 1/2 ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് ആയിട്ടാണ് വിളിച്ചേക്കുന്നത്. നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നുള്ളതാണ്. നമ്മൾ ഇവിടുത്തെ N എത്രയാണ്? N എന്ന് പറയുന്ന കോയിൻ എത്ര പ്രാവശ്യം ടോസ് ചെയ്തേക്കുന്നത്? 5 ടൈംസ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, അതായത് x = 1, 2, 3, 4. ഇതാണ് കണ്ടെത്താനുള്ളത്. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോം എന്താണ്? f of x is equal to NCX p⁻x 1 - p, അല്ലെങ്കിൽ എന്താണ് ഇവിടെ q എന്ന് എഴുതിയാലും മതി. q⁻n - x. ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ x is equal to 0, 1 to etc. up to n എന്നുള്ളതാണ് നമ്മുടെ ഫോം അല്ലെ? നമ്മൾ ഇവിടെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ എക്സിന്റെ എല്ലാ വാല്യൂ എടുക്കുന്നുണ്ട് അല്ലേ? അതായത് എന്താണ്? 1, 2, 3, 4. ഇവിടെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5 വരെ ഉള്ളത് അല്ലേ? 5 ഉണ്ട്. 5 വരെ ഉള്ളതാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് അല്ലേ? നേരത്തെ എഴുതിയപ്പോൾ 5 എഴുതിയില്ലായിരുന്നു. എഴുതിയല്ലോ. ഓക്കെ, ഇനി അപ്പൊ ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 - പ്രോബബിലിറ്റി ഓഫ് x = 0 എടുത്താൽ മതി. കാരണം എല്ലാ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അപ്പൊ അതിന് വരെ എന്ത് ചെയ്താൽ മതി? 1 - പ്രോബബിലിറ്റി ഓഫ് x = 0. അതിന് എന്ത് ചെയ്താൽ മതി? 1 - x = 0 കൊടുക്കണം. NCX-ന് പകരം 5C0. p എത്രയാണ്? 1/2. 1/2 q എത്രയാണ്? 1/2 തന്നെയാണ്. 1/2 n - 5 - 0. അപ്പൊ എത്ര? 1 - 5 × 1/2 5.
ഇത് 1 മൈനസ് 5 ഇൻറ്റു IC0 1 അല്ലേ? സോറി 5C01 ആണ്. നമുക്ക് വേറെ ചെറിയൊരു കാര്യം കൂടെ, നമ്മൾ ഈ 5C0 എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് എഴുതണം? 1 തന്നെ നമ്മൾ എഴുതണം. ഇനി 5 എത്ര വരും? 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 മൈനസ് 5 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ എത്ര വരും? 1 തന്നെ വരും. ഇപ്പൊ ഇത്തരത്തിലുള്ള ചില സാധനങ്ങൾ നോക്കിക്കണേ. 5C4 എത്ര വരും? 5 കിട്ടും. 5C1 എത്ര കിട്ടും? 5 കിട്ടും. അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. 1 ഡിവൈഡ് ബൈ 32. ഇത് ഇവിടെ എടുക്കുമ്പോഴത്തേക്കും 1/32. ഇതെടുക്കുമ്പോഴും നേരത്തെ പോലെ തന്നെ 32 മൈനസ് 1 എത്ര കിട്ടുന്നത്? 31/32 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നതിനേക്കാളും ഞാൻ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ടോട്ടൽ അവിടെ എത്ര ഇതുണ്ടെന്ന് കണ്ടെത്തണം. എത്ര കോയിൻ ടോസ് ചെയ്യുന്നു? 5 കോയിൻ. അപ്പൊ 2/5 ആണ് അവിടുത്തെ ടോട്ടൽ സാമ്പിൾ സ്പേസിലുള്ള ആൾക്കാർ. നമുക്ക് എന്താണ് വേണ്ടത്? അതിന്റെ കോംപ്ലിമെന്റ് ആണ് വേണ്ടത്. കോംപ്ലിമെന്റ് എങ്ങനെയാണ് ഇതിനകത്ത് എടുക്കുന്നത്? നമ്മൾ ആ സാമ്പിൾ സ്പേസിലുള്ള ആൾക്കാരെ മൈനസ് എന്താണ് അവിടെ ഏതാണ് വരുന്നത് ആ ആളിനെ കൊടുക്കുക. അവിടെ ടൈല് മാത്രമേ ഉള്ളൂ. എല്ലാം ടൈല് വരുന്ന ഒരേ ഒരു കേസല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് -1 കൊടുത്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഡൈസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാക്സിമം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ബൈനോമിയൽ ഒന്നും ഉപയോഗിക്കാനായിട്ട് നിർമ്മിക്കേണ്ട. ഇനി നമ്മളിപ്പം ഞാനത് ജനറൽ ആയിട്ട് വേണമെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കോയിൻ ആണെങ്കിൽ എന്താണ്, നമുക്ക് 2 ഫേസ് ആണുള്ളത്. n കോയിൻസ് ആണ് നമ്മൾ ടോസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ സാമ്പിൾ സ്പേസ് എത്ര ആൾക്കാരുണ്ടാവും? 2/n ആൾക്കാരുണ്ടാവും. ഇനി ഒരു ഡൈസ് ആണ്, n ഡൈസ് ആണ് ഷോസ് ചെയ്യുന്നത്. ഡൈസിന് എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസുകളാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സാമ്പിൾ സ്പേസിൽ എത്ര ആൾക്കാരാണ്? 6/n ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്രയാണ് വരുന്നത്? 31 ഡിവൈഡഡ് ബൈ 32 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.